Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ റേഷ്യോ അനാലിസിസ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇതിനു മുൻപ് പാർട്ട് 1, പാർട്ട് 2 വീഡിയോകളിലായിട്ട് ലിക്വിഡിറ്റി റേഷ്യോസിൻ്റെ ഫോർമുലാസും അതിൻ്റെ പ്രോബ്ലംസും സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസിനെ കുറിച്ചിട്ടുള്ളതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ഓർ ലിവറേജ് റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസിനെ ലിവറേജ് റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ് എന്നും പറയാറുണ്ട്. ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ് ഈ റേഷ്യോസിലൂടെ അനലൈസ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് സോൾവൻസി റേഷ്യോസ് ആണുള്ളത്. സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോസും. Structural ratios are based on the relationship between owned capital and borrowed capital. ഓൺഡ് ക്യാപിറ്റലിൻ്റെയും ബോറോഡ് ക്യാപിറ്റലിൻ്റെയും റിലേഷൻഷിപ്പാണ് സ്ട്രക്ചറൽ റേഷ്യോസിലൂടെ മെഷർ ചെയ്യുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. കവറേജ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലർലി. കവറേജ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ഥാപനത്തിന് അതിൻ്റെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റെഗുലറായിട്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കവറേജ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. 2 ഫോംസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ആണുള്ളത്. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇതിൽ ഫസ്റ്റ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്. ലോങ് ടേം ഡെപ്റ്റിൽ വരുന്നത് ഡിബഞ്ചേഴ്സ് പ്ലസ് മോർഗേജസ് പ്ലസ് ഓൾ ലോങ് ടേം ലോൺസ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ലോങ് ടേം ഡെപ്റ്റ്. ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഉൾപ്പെടുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നിവയാണ്. നെറ്റ് വർത്ത് ഈസ് ഇക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മൈനസ് ആൾ അക്യുമുലേറ്റഡ് ലോസസ് പ്ലസ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഡെപ്റ്റ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടോ അല്ലെങ്കിൽ നെറ്റ് വर्थോ ഇത് ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1:1 എന്നാണ്. ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സേഫ്റ്റി ടു ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ലോ റേഷ്യോ ഷോസ് ഗ്രേറ്റർ റിസ്ക് ടു ദ ക്രെഡിറ്റേഴ്സ്. അടുത്തത് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇവിടെ ടോട്ടൽ ഡെപ്റ്റിൽ ഷോർട്ട് ടേം ഡെപ്റ്റും ലോങ് ടേം ഡെപ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഇക്വിറ്റീസ് മേ ബി ഐദർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസിൽ അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോസ് ആണ്. ദിസ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്സ്. ദിസ് റേഷ്യോ ആൾസോ നോൺ ആസ് ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ അസറ്റ്സിൽ ഓൾ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. സ്റ്റാൻഡേർഡ് പ്രൊപ്രൈറ്ററി റേഷ്യോ 0.5:1 എന്നാണ്. എ ഹയർ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. അടുത്തത് സോൾവൻസി റേഷ്യോ. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ്സ് ഇൻക്ലൂഡ് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ടോട്ടൽ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. എ ഹയർ സോൾവൻസി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സ്ട്രോങ്ങർ ഫിനാൻഷ്യൽ പൊസിഷൻ. അടുത്തത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് ഓർ ഫിക്സഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് ഈക്വൽ
fixed assets divided by proprietors fund. If the ratio is less than 1, it will mean that all fixed assets are purchased out of proprietors fund and a part of it is invested in working capital. അടുത്തത് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണോ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. Long term funds or capital employed is equal to shareholders fund plus long term borrowed funds or fixed assets plus investments plus current assets minus current liabilities. Standard fixed asset ratio should not exceed 1:1. Generally, a ratio of 0.67:1 is considered ideal. Higher ratio indicates that the financial position is not sound. അടുത്തത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ദ ടേം ക്യാപിറ്റൽ ഗിയറിംഗ് refers to the proportion between fixed income bearing funds and equity shareholders funds. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഇവിടെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്നത് ഉദ്ദേശിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ് ഇവയാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ്. എ കമ്പനി വുഡ് ബി ഹൈലി ഗിയർഡ് ഇഫ് ദ പ്രപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചർ ഈസ് ഹൈ. The capital gearing ratio may affect the company's dividend policy, building up of reserves, etc. Capital structure ratios second type of ratios are coverage ratios. These ratios are used to test the firm's debt servicing capacity. Debt servicing capacity means the ability of the firm to make periodic payment of interest and preference dividend. അതായത് ഒരു സ്ഥാപനത്തിന് അതിൻ്റെ പീരിയോഡിക് പേയ്മെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഡെപ്റ്റ് സർവീസിങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഡെപ്റ്റ് സർവീസ് റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് 6 to 7 times ആണ്. Higher the ratio, stronger is the ability to pay interest. അടുത്തത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ദിസ് റേഷ്യോ മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. കമ്പനിക്ക് അതിൻ്റെ പ്രിഫറൻസ് ഷെയർസിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള എബിലിറ്റിയാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. സ്റ്റാൻഡേർഡ് റേഷ്യോ ഈസ് ജനറലി ടേക്കൺ ടു ബി 2 times. അടുത്തത് ടോട്ടൽ ഓർ ഓവറാൾ കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ആൾ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഏർണിംഗ്സ്. ദ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓഫ് ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ലീസ് പേയ്മെൻറ്റ് ആൻഡ് ലോൺ റീപേയ്മെൻറ്റ് എക്സെട്ര. അതായത് ഒരു കമ്പനിയുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഏർണിംഗ്സ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് ടോട്ടൽ കവറേജ് റേഷ്യോ. Total coverage ratio is equal to earnings before interest and tax divided by total fixed charges. This ratio reflects the overall ability of a company to service outside liabilities. ഇത്രയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസിൽ വരുന്ന ഫോർമുലാസ്. താങ്ക് യു.